അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ദിക്റിനെ ഓർമ്മപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുഞ്ഞു ദിക്റ് തന്നെയാണ്. ഈ ദിക്റ് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മളിൽ പലരും ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുകയും അതുപോലെ എന്തെങ്കിലും ഒരു ദിക്റ് കിട്ടാനായിട്ട് നമുക്ക് നേർവഴിയിലെത്താൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്കൊന്ന് കയറാനായിട്ട് ഒരു ദിക്റ് എന്തെങ്കിലും കണ്ടാൽ ചെല്ലുന്നവരുണ്ടാവുമല്ലോ. അവർക്ക് നമ്മുടെ മുത്ത് ഹബീബ് തന്ന ഒരു ദിക്റാണ്, പറഞ്ഞു തന്ന ദിക്റാണ്. ഈ ദിക്റ് ചൊല്ലിയാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ കഴിയും. ഈ ദിക്റ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരു 100 തവണ നമ്മൾ ചൊല്ലിയിട്ട് അത് പതിവാക്കി കഴിഞ്ഞാൽ ഈ ദിക്റ് നമ്മുടെ കൂടെ ഉള്ള കാലത്തോളം നമുക്ക് ദാരിദ്ര്യം വരില്ല, പട്ടിണിപ്പാട് വരില്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷി ഒന്ന് മെച്ചപ്പെടുകയും ചെയ്യും. സാമ്പത്തികം ഉയരുമ്പോഴാണല്ലോ നമുക്ക് സാലറി വർദ്ധിക്കുമ്പോഴും കച്ചവടം വർദ്ധിക്കുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് സാലറിയിലൊക്കെ വർധനവ് വരുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ദാരിദ്ര്യമില്ലാത്ത ജീവിതം കിട്ടുക. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സാലറിയും അതുപോലെ വരുമാനമൊക്കെ വർദ്ധിക്കും. നമുക്ക് കച്ചവടത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് തരും. ഈ ദിക്റിനെ മുറുകെ പിടിച്ചോളി, കൂടെ കൂട്ടിക്കോളി. ഈ ദിക്റ് ചൊല്ലുന്ന കാലത്തോളം നമുക്ക് പട്ടിണിപ്പാട് ഉണ്ടാവില്ല. നമ്മുടെ മുത്ത് ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന ഒരു ദിക്റാണ്. നിങ്ങളൊരു വിഷമഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു ദിക്റ് അധികമായിട്ട് പാരായണം ചെയ്യുകയും ചൊല്ലുകയും ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വിഷമം അള്ളാഹു എളുപ്പത്തിൽ തട്ടിമാറ്റും. ദുഃഖിക്കുന്ന സമയത്ത് നിങ്ങളിത് ചൊല്ലിയാൽ നിങ്ങളുടെ ദുഃഖം മാറ്റുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടുകയും ചെയ്യും. നല്ല ഇലാസോടു കൂടി അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ചൊല്ലുക. ഈ ഒരു ദിക്റ് ചൊല്ലിയാൽ നമുക്ക് രോഗങ്ങൾ വരില്ല. 99 രോഗങ്ങളുടെ മരുന്നും കൂടിയാണ് ഈ ഒരു ദിക്റ് ചൊല്ലിയാൽ. അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആഖിറത്തിൽ പരലോകത്ത് നമുക്കും സമ്പത്ത് വർദ്ധിക്കും. ഈ ദുനിയാവിലും സമ്പത്ത് വർദ്ധിക്കും, പരലോകത്തും സമ്പത്ത് വർദ്ധിക്കും. പരലോകത്ത് നമുക്ക് സ്വർഗത്തിൽ ഓരോ വൃക്ഷം നടാനായിട്ട് ഈ ഒരു ദിക്റിനെ കൊണ്ട് കാരണമാകും. നമ്മുടെ മുത്ത് ഹബീബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഓരോ വൃക്ഷം നടാനായിട്ട് ഉമ്മത്തിങ്ങൾ ഈ ഒരു ദിക്റ് അധികമായിട്ട് ചൊല്ലുക എന്ന്. ഇത്ര നേരവും പറഞ്ഞ ആ ഒരു മഹത്വമല്ലേ നിങ്ങൾ കേട്ടുള്ളൂ. നമ്മൾ ചൊല്ലേണ്ട, എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ നിസ്സാരമായിട്ട് കണ്ട് തട്ടിക്കളയുന്ന, ചൊല്ലാതെ അറിഞ്ഞിട്ടും ചൊല്ലാതിരിക്കുന്ന ഒരു ദിക്റുണ്ടല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. ഈ ഒരു ദിക്റിന്റെ മഹത്വമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു ദിക്റിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലുക. ദിവസം 100 വട്ടമെങ്കിലും ചൊല്ലുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ദാരിദ്ര്യം ഉണ്ടാവില്ല, സമ്പത്ത് വർദ്ധിക്കും. സ്വർഗത്തിലെ ഓരോരോ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. അവർ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും ഇൻഷാ അല്ലാഹ്.